മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുസ്ഥിരമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച രാജ്യവ്യാപക പ്രചാരണ പരിപാടി ഖേത് ബചാവോ അഭിയാന് തൃശൂരിൽ തുടക്കമായി. ഭാരത സർക്കാരിന്റെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നിർവഹിച്ചു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഉദ്ഘാടന പ്രസംഗത്തിൽ ഡൽഹിയിലെ വായു മലിനീകരണത്തെക്കുറിച്ച് സുരേഷ് ഗോപി വേറിട്ടൊരു നിരീക്ഷണം പങ്കുവച്ചു. ഇന്ന് ഡൽഹിയിൽ വെടിക്കെട്ടൊന്നും ഉണ്ടായിട്ടല്ല പുക, മുഴുവൻ ഈ ഫെർട്ടിലൈസറിന്റെ ഫ്യൂംസ് ആണ്, സ്മോക്കാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അതുടനെ ദീപാവലിയുടെയും ദസറയുടെയും പേരിൽ കൊണ്ട് കെട്ടിയിടുന്നത് അതൊരു ദുഷ്ടല. കർഷകന്റെ അവകാശം അവന്റെ അവകാശം തന്നെയാണ്. ആരുടെയും ഔദാര്യമില്ലാതെ സർക്കാർ എന്തെങ്കിലും സബ്സിഡിയൊക്കെ കൊടുത്തു എന്ന് വരും. ആ സബ്സിഡി ഒന്നും അവന്റെ കണ്ണീര് തുടയ്ക്കാനുള്ള ഒരു ചെറു തൂവാല വാങ്ങാനുള്ള പണം പോലുമായി തീരില്ല. വരും തലമുറയ്ക്കായി മണ്ണിൽ പച്ചില വളങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അഡാരി സോൺ 11 ഡയറക്ടർ ഡോക്ടർ എം പ്രഭാകർ കൃഷിയിലെ ഗുരുതരമായ മറ്റൊരു വശം ചൂണ്ടിക്കാട്ടി. രാസവളങ്ങളിൽ നിന്ന് 36% വളം മാത്രമാണ് ചെടികൾ വലിച്ചെടുക്കുന്നത്. ബാക്കി വരുന്നവ ഭൂമിയെ മലിനമാക്കുന്നു. രാസവളങ്ങളിൽ നിന്നുള്ള മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ ഹരിതഗൃഹവാതകങ്ങൾ ആഗോളതാപനത്തിനും ഓസോൺ ശോഷണത്തിനും കാരണമാകുന്നുവെന്ന് അദ്ദേഹം കർഷകർക്ക് മുന്നറിയിപ്പ് നൽകി. Fertilizer, only 36 kg is taken by the plant. Rest is going to the environment. So what way it is causing damage to the environment? One is it produces greenhouse gases, methane, nitrous oxide, which causes global warming, what we say climate change. കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് ജില്ലയിലെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മുളങ്കുന്നത്തുകാവിലെ സമ്മിശ്ര കർഷകൻ ജോൺ കുര്യൻ, ജൈവ കർഷകരായ രേഖ സജി, രാമൻ പറമ്പത്ത്, സീന ജയശീലൻ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാതാവ് ലീല അശോകൻ, പച്ചക്കറി കർഷകൻ ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി, ചങ്ങാലിക്കോടൻ വാഴ കർഷക സുനിത മൈലാങ്കുളം, നെൽ കർഷകൻ രാജേന്ദ്രൻ എം വി, കോൾ കർഷകൻ ഗോപിനാഥൻ കുളങ്ങാട്ട്, സംയോജിത കർഷകരായ സലിം KM, KK സുബ്രഹ്മണ്യം എന്നിവരെ സുരേഷ് ഗോപി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ മേരി രജനി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിബി ഫ്രാൻസിസ് എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണിനെ അറിയാനും കാത്തുസൂക്ഷിക്കാനും കർഷകർക്കായി പ്രത്യേക സാങ്കേതിക പ്രദർശനങ്ങളും സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ വാർത്ത.